2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കടൽക്ഷോഭം എടവനക്കാട് 50ഓളം വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന കടൽക്കയറ്റം ബുധനാഴ്ച വൈകിട്ടോടെ ശക്തി പ്രാപിച്ചു. ആർത്തിരമ്പുന്ന തിരുമല തീരവാസികളെ ഉറപ്പിച്ചു. ഒട്ടനവധി വീടുകൾ വെള്ളത്തിലായി. അണിയിൽ കടപ്പുറം മുതൽ ചാത്തങ്കാട് ബീച്ച് വരെയുള്ള ഭാഗത്താണ് വെള്ളം കൂടുതലായി കയറുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലുപകരണങ്ങളും വീട്ടുപകരണങ്ങളും വെള്ളത്തിലായി. അണിയിൽ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഓഫീസ് വരാന്ത ഇടിഞ്ഞു. മരക്കപ്പറമ്പിൽ ബ്രിജിത്ത്, വേലിയത്ത് ഉണ്ണികൃഷ്ണൻ, ഷൺമുഖൻ, വേലിയത്ത് ഷീജൻ എന്നിവരുടെ വീടുകളിൽ ചെളിയും വെള്ളവും അടിച്ചു കയറി. കടൽക്കയറ്റം കൂടുതൽ രൂക്ഷമായ പ്രദേശത്തെ വെള്ളക്കയറ്റത്തിൽ വിഷമിക്കുന്ന തീരവാസികളെ മാറ്റിപ്പറപ്പിക്കണോ എന്ന് വിലയിരുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും ഫയർഫോഴ്സും പഴങ്ങാട് ബീച്ചിൽ എത്തിയിരുന്നെങ്കിലും ആരും പോകാൻ തയ്യാറായില്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി കടൽഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ സർക്കാർ കാണിച്ച അലംഭാവമാണ് ഇത്രയും വലിയ സങ്കീർണാവസ്ഥയിലെത്താൻ കാരണമെന്ന് തീരവാസികൾ ആരോപിച്ചു. കാലവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ എടവനക്കാട് കടപ്പുറത്തെ ശോചനീയാവസ്ഥ MLA മുൻകൂട്ടി അറിയിച്ചിരുന്നെന്നും അതിനൊന്നും പരിഹാരം കാണാതെ താൽക്കാലികമായി ജിയോബാഗ് നിർത്തുകയാണുണ്ടായതെന്നും ഇതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിനുണ്ടായതല്ലാതെ തീരവാസികൾ നിന്നും കടൽക്കയറ്റത്തിന്റെ പിടിയിലാണെന്നും പഞ്ചായത്തിലാവട്ടെ കടൽഭിത്തി നിർമ്മിക്കാനോ പുലിമുട്ടി നിർമ്മിക്കാനോ കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പദ്ധതി പൂർത്തിയാകണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കനിയണം. ഇനി നീണ്ടുപോകാതെ എത്രയും വേഗം പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടിയാണ് വേണ്ടതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എടവനക്കാട്.